മോളെ, അതെ, കുഞ്ഞുങ്ങളില്ലാത്തത് അവളുടെ കുഴപ്പം കൊണ്ടല്ല. അതുകൊണ്ട് അതിന്റെ പേരില് കരുണ പറയുന്ന പോലെ അവളെ കുത്തി നോവിക്കണം. ഒരു കുഞ്ഞ് വേണമെന്ന് തോന്നൽ അവൾക്കുണ്ടായാലേ അവൾ ഈ ബന്ധം വേണ്ടാന്ന് വെച്ചിട്ട് പൊയ്ക്കോളും. അല്ലെങ്കിൽ ഉണ്ണിക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ താരാട്ട് പാടി അവള് കാലം കഴിച്ചോളും മോളെ. ദേ, എന്തായാലും നമുക്ക് മെച്ചോ ആന്നേ. മോളെ, ഏട്ടത്തിയോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ മുറിയിലേക്ക് അനുവാദം കൂടാതെ കടന്നു വരരുതെന്ന്? അല്ല, ഞാൻ നിനക്ക് കുറച്ച് ഫ്രൂട്ട്സുമായിട്ട് വന്നതാ. എനിക്ക് നിന്റെ ഫ്രൂട്ട്സ് ഒന്നും വേണ്ട. ഉണ്ണിയൻ ഇവിടെ ഉള്ളപ്പോ ഈ മുറിയുടെ പരിസരത്ത് പോലും നീ വരാൻ പാടില്ല. ഇനിയിപ്പോ അതൊക്കെ ഉണ്ടാവും ഉണ്ണിയേട്ടാ. നീ എന്തൊക്കെയാ കരുണേ പറയുന്നത്? ഞാൻ പറയുന്നതേ നാളെ നടക്കാൻ പോകുന്ന സംഭവങ്ങളാ. ഇവൾക്ക് കുട്ടികൾ ഉണ്ടാവാത്തോണ്ടേ അതിന്റെ ഭാരം ഇവളുടെ ഉള്ളിലുണ്ടാവും. അത് പരിഹരിക്കാനും ഇവള് ശ്രമിക്കും. ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങളാ മോളെ നീ പറയുന്നേ. നീ ചിന്തിക്കുന്നത് എന്താന്നൊക്കെ എനിക്കറിയാം. കണ്ണേട്ടന്റെ വിചാരം അങ്ങേരെ നീ ആത്മാർത്ഥമായിട്ടാ സ്നേഹിക്കുന്നെന്നാ. അത് ശരിയാ, നീ സ്നേഹിക്കുന്നുണ്ട് അയാളുടെ സമ്പത്തിനെ. അല്ലാതെ അയാളോട് നിനക്ക് ലെവലേശം പോലും സ്നേഹമില്ല എന്ന് നീയാണോ തീരുമാനിക്കുന്നേ? അതെ, ഞാൻ തന്നെയാ. എടി, നീ കണ്ണേട്ടനെ കല്യാണം കഴിച്ചെന്ന് അറിഞ്ഞപ്പോ തന്നെ എല്ലാവരും പറഞ്ഞതാ സ്വത്ത് മോഹിച്ചാണ് നീ അയാളുടെ ജീവിതത്തിലോട്ട് പോയതെന്ന്. അതാണ് സത്യം. സ്വത്തും സ്വർണമൊക്കെ നിനക്കാണ് ബലഹീനത. ഞാൻ ഒരിക്കലും അതിനെ സ്നേഹിച്ചിട്ടില്ല. ഇനിയിപ്പോ കൂടുതലൊന്നും സംസാരിക്കണ്ട. ഒരുത്തിനപ്പം നീ കറങ്ങി നടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടേ നാളെ നീ പേരുദോഷം കേൾപ്പിച്ചാലും എനിക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷെ ഒരു കാരണവശാലും ഉണ്ണിയേട്ടന്റെ അടുത്തോട്ട് വരരുത്. ഉണ്ണി എന്റെ അനിയനാ. അതെ, അനിയനാണ്. അത് വെറും പറച്ചില്ല. പക്ഷേ നിന്റെ പ്രവർത്തികളൊക്കെ അത്ര പോരാ. അതുകൊണ്ടേ നീ കൊണ്ടുവരുന്ന ഒരു സമ്മാനവും എനിക്ക് വേണ്ട. ചിലപ്പോഴേ ഇവള് കൊണ്ടുവരുന്ന ഫ്രൂട്ട്സില് നമ്മുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടോന്ന് ആർക്കറിയാം ഉണ്ണിയേട്ടാ? നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞിട്ട് ആവേശത്തോടെ ഇങ്ങോട്ട് കടന്നു വന്നത് വലിയ തെറ്റായിപ്പോയി. പക്ഷെ അതിന് ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയരുത്. പക്ഷേ ഞാൻ ചിന്തിച്ച് തന്നെ ഓരോന്നും പറയുന്നത്. നീ നിന്റെ പാട് നോക്കി പോവാൻ നോക്കടി. നിനക്ക് കുറച്ച് മയത്തിൽ അവരോട് സംസാരിച്ചൂടെ? പെരുമാറിക്കൂടെ? ഇനി മയൊന്നുമില്ല. എന്താ ഉണ്ണിയേട്ടൻ അവളോട് സിമ്പതി ഉണ്ടോ? അത് വേണ്ട കേട്ടോ. നീ എന്നെ സംശയിക്കില്ല മോളെ. എനിക്കൊരു സംശയമില്ല. പക്ഷേ മനുഷ്യന് തെറ്റുപറ്റി പോവാൻ ഒരു നിമിഷം മതിയല്ലോ. അതാ എന്റെ പേടി.